ഈ അടുത്തിടെ കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത അറിയാൻ കഴിഞ്ഞു. അതായത് വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ വ്യവസായ സൗഹൃദ റാങ്കിങ്, ആ റാങ്കിങ്ങിൽ കേരളം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അതായത് ബിസിനസ് റീഫോംസ് ആക്ഷൻ പ്ലാൻ എന്നൊരു പദ്ധതിയുണ്ട് കേന്ദ്രത്തിന്, ബിസിനസ് റീഫോംസ് ആക്ഷൻ പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ചാണ് ഇങ്ങനെയൊരു റാങ്കിങ്. 30 മേഖലകളെ കണക്കിലെടുത്തു, 30 നോംസ് വെച്ചു. ഈ 30 നോംസ് വെച്ച് അതിൻ്റെ ബേസിസിൽ നമ്പർ 1, നമ്പർ 2 എന്ന സംസ്ഥാനങ്ങളിലെ, നമ്മുടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറികളെയും എണ്ണുക, റാങ്ക് ചെയ്യുക. അതിനു വേണ്ടിയാണ് ഈ ബിസിനസ് റീഫോംസ് ആക്ഷൻ പ്ലാൻ എന്ന പദ്ധതി കൊണ്ടുവന്നത്. അതായത് ആ പദ്ധതി കൊണ്ടുവന്നതല്ല, പദ്ധതിക്കകത്ത് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഒരുപാട് നോംസ് ഉണ്ട്. ആ നോംസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താലേ ഓരോ സംസ്ഥാനവും, അതായത് വ്യവസായ സൗഹൃദം എന്ന് പറയാം, വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറണമെങ്കിൽ ഈ 30 മാനദണ്ഡങ്ങളും പാലിക്കണം. അങ്ങനെയാണ്, അതിനുവേണ്ടിയാണ് 30 മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ 30 മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി അതിന്റെ എല്ലാ വർഷവും അതിന്റെ റാങ്കിങ് നടക്കാറുണ്ട്. ഉദാഹരണത്തിന് 2020 റാങ്കിങ്ങില് കേരളം 28-ാമതായിരുന്നു. 2021 റാങ്കിങ്ങില് കേരളം 14-ാമതായിരുന്നു. 2022 റാങ്കിങ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ആ റാങ്കിങ്ങിൽ കേരളം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ആ സന്തോഷ വാർത്തയാണ് നമുക്ക് മാധ്യമങ്ങളൊക്കെ വഴി അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് സത്യത്തിൽ ഇതൊരു വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ ഇത് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന്റെ നിജസ്ഥിതി കൃത്യമായിട്ട് എന്താണ്? വാചാടോപം മാത്രമാണോ? അതായത് കുറെ കാര്യങ്ങൾ 1, 2, 3, 4 എന്നും പറഞ്ഞിട്ട് പിന്നെ പൂർത്തിയാക്കാൻ എളുപ്പമുണ്ട്. അതായത് സർക്കാർ ഓഫീസിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ, അങ്ങനെ ഓഫീസിലിരുന്ന് ചെയ്യാവുന്ന കുറെ മാനദണ്ഡങ്ങളൊക്കെ ശരിയാക്കി അങ്ങനെ ഈ റാങ്ക് നമ്പറിൽ 1-ആയി വന്നതാണോ? ആ സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം ഈ സാഹചര്യത്തിൽ. അപ്പോൾ മന്ത്രി പീയൂഷ് ഗോയൽ കേരളത്തെ വളരെ സന്തോഷകരമായിട്ടും കേരളം വളരെയധികം മുന്നോട്ട് പോയി എന്ന രീതിയിൽ പറയുകയും ഒക്കെ ചെയ്തു. നമുക്ക് അപ്പോഴും ഭയമാണ്. കാരണം നമുക്കിവിടെ വ്യവസായങ്ങളില്ല. നമ്മുടെ ഉള്ള വ്യവസായങ്ങൾ പോലും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നു. മാത്രവുമല്ല, ഇവിടെ തൊഴിൽ സാധ്യതകളില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ പോകുന്നത് പോലെയുള്ളൂ കേരളത്തിൽ നിന്നും. ഒരുപക്ഷെ അതിനേക്കാൾ കുറവ് കുട്ടികളാണ് കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനാവശ്യത്തിനും അത് കഴിഞ്ഞ് അവിടെ സെറ്റിൽ ചെയ്യാനുമുള്ള തീരുമാനങ്ങളും ഒക്കെയായി പോകുന്നത്. അപ്പൊ ഇതൊക്കെ ബിസിനസ് സൗഹൃദമല്ല, ഇവിടെ വ്യവസായങ്ങളില്ല, ഇവിടെ തൊഴിൽ സാധ്യതകളില്ല എന്നൊക്കെ കാണിക്കുന്നതിന് തുല്യമാണ്. അത് മാത്രവുമല്ല, ഈ അടുത്ത എക്കണോമിക് സർവേയിൽ തന്നെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരളം തൊഴിലില്ലായ്മ വളരെ അധികമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ILOയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് ഇന്ത്യ തന്നെ 82.9% തൊഴിലില്ലായ്മ, അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണെന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു 2 മാസം മുൻപ് ചൂണ്ടിക്കാണിച്ചത്. അപ്പം എക്കണോമിക് സർവേ റിപ്പോർട്ടാണെങ്കിൽ ഈ ബജറ്റിന് തൊട്ട് മുൻപ് വന്നതാണ്. ആ സർവേ റിപ്പോർട്ടിലും പറയുന്നത് ഇന്ത്യയിൽ തന്നെ അൺഎംപ്ലോയ്മെന്റ് വിഹുലമായ രീതിയിൽ ഉയർന്നിരിക്കുന്നു. ഓൾ ഇന്ത്യ തലത്തിലേക്കാൾ വളരെ ഹയർ റേറ്റിലുള്ള തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് കാണിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം, അത് കേരളത്തിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഗുജറാത്തൊക്കെ വലിയ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഗുജറാത്ത് മാത്രമല്ല, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്, അതുപോലെ മഹാരാഷ്ട്ര, അതും കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശം വ്യവസായ സൗഹൃദവും ഏറ്റവും വ്യവസായങ്ങൾ കുറഞ്ഞതുമായ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലുള്ള സംസ്ഥാനങ്ങൾ തന്നെ ഓടിപ്പോകുന്നത് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കുമാണ്, ഇവിടെ നിവൃത്തിയില്ലെന്നും പറഞ്ഞ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ, അതായത് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു? യഥാർത്ഥത്തിൽ വ്യവസായങ്ങൾ വന്നതുകൊണ്ടല്ല, വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി മന്ത്രി പി രാജീവ് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ 30 നോംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിലെ ഈ 9 നോംസിലാണ് കേരളം 1-ാമതെത്തിയിരിക്കുന്നത്. 9 നോംസിൽ 1-ാമതെത്തിയ
ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. അതുകൊണ്ടാണ് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത്. അല്ലാതെ 30 നോംസിലും ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ല. അപ്പോൾ 9 നോംസിലെങ്കിലും ഒന്നാമതെത്തിയത്. അപ്പൊ ഏതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട നോംസ് എന്ന് പറയുന്നത്? ഒന്ന്, വ്യവസായങ്ങളെ, അതായത് ഈ വരാൻ പോകുന്ന വ്യവസായങ്ങൾക്ക് സൗഹൃദപരമായി തോന്നുന്നത്. 2, ഇവിടുത്തെ പൗരജനങ്ങൾക്ക്, അതായത് വ്യവസായവൽക്കരണം വരുമ്പോൾ പൗരജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഇത് രണ്ടു തരം നിയമങ്ങളും ചേർന്നതാണ് ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ഒന്നാമത്തെ കാരണം? വ്യവസായ സംരംഭത്തിന് ഏകജാലക ക്ലിയറൻസ്. അപ്പം നമ്മൾ ഓർക്കണം, ഇന്ത്യയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, അതായത് നമ്മൾ മിക്സഡ് ഇക്കോണമി ആയിട്ട് 1990-91 വരെയുള്ള കാലം വരെയും നമ്മളൊരു മിക്സഡ് ഇക്കോണമി ആയിരുന്നു, അതായത് സെമി പ്ലാൻഡ് ഇക്കോണമി. അന്ന് ഒരു ബിസിനസിന്റെ തീരുമാനം എടുക്കണമെങ്കിൽ 221 ഓഫീസുകളിലൂടെ ആ പേപ്പർ കയറി ഇറങ്ങി പോകണമായിരുന്നു. അപ്പൊ ഒരു 2-3 ഇയേഴ്സ് എങ്കിലും എടുക്കുമായിരുന്നു ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കാനായിട്ട്. അങ്ങനെ എടുക്കേണ്ടിയിരുന്ന ആ ബിസിനസ് അത്ര ടൈം പാസിംഗ് ആയിരുന്ന, ക്ഷമ കെടുത്തുന്ന, ഒരു പക്ഷേ ബിസിനസ്സിന് തുടക്കക്കാരനായിട്ട് വന്ന ആള് കാലഹരണപ്പെട്ടാലും തീരുമാനം എടുക്കാൻ പറ്റില്ലാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷം അതായിരുന്നു ഇന്ത്യയിൽ നിലവിലിരുന്നത്. അതുകൊണ്ടാണ് 1980-കളിലൊക്കെ വളരെ പ്രമുഖരായ എക്കണോമിസ്റ്റുകളൊക്കെ പറഞ്ഞത്, ഇന്ത്യ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട സമ്പദ്ഘടന, ഈ കമാൻഡിങ് ഹൈറ്റ്സ്, പ്രധാന വ്യവസായങ്ങളൊക്കെ പൊതുമേഖലയിൽ എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് മാറി ഇതിനെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്യണം, സ്വകാര്യവൽക്കരിക്കണം. അവിടെ പൊതുമേഖലയ്ക്ക് മാത്രമല്ല സ്വകാര്യ മേഖലയ്ക്കും വന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന മുറവിളി കൂട്ടുകയായിരുന്നു. അങ്ങനെയാണ് 1980-കളിൽ തന്നെ, 80-കളുടെ ആരംഭത്തിൽ, അതായത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന സമയത്തൊക്കെ തന്നെ നമുക്കിവിടെ VP സിംഗ് ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ആഗോളവൽക്കരണത്തിന്റെ വിത്തിട്ടിരുന്നു. അത് പിന്നെ 1990-91 ആയപ്പോഴത്തേക്കും പാകപ്പെട്ടു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് അതാണ് ഇവിടെ മാറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, 10-201 പ്രാവശ്യം ഓഫീസുകളിൽ കൂടെ കയറി ഇറങ്ങി 3-4 വർഷമൊക്കെ എടുത്തിട്ട് വേണമായിരുന്നു ഒരു ബിസിനസ് ഡിസിഷൻ കിട്ടാനായിട്ട്, ക്ലിയറൻസ് കിട്ടാൻ. ആ ക്ലിയറൻസ് ആണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആക്കി കിട്ടത്തക്ക രീതിയിൽ എല്ലാം ഒരു കുടയ്ക്ക് കീഴിൽ ആക്കി കൊണ്ടുവന്നു. അതാണ് ഒന്നാമത്തെ മാനദണ്ഡം. രണ്ടാമത്തതാണെങ്കിൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ. ഓഫീസുകൾ കയറി ഇറങ്ങാതെ ഓൺലൈനിൽ തന്നെ സർട്ടിഫിക്കേഷൻ. അപ്പൊ അവിടെ പോയി പരിശോധിച്ചു, അവിടെ പോയി ആ പറയപ്പെട്ട സോഴ്സസ് ഒക്കെ എന്താണെന്നൊക്കെ കൃത്യമായും അന്വേഷിച്ചു, പരിശോധിച്ചു. ഓൺലൈനായിട്ട് തന്നെ പരിശോധന നടത്താൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒക്കെ നടത്തി ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുക. പിന്നെ അതുപോലെ നികുതി അടയ്ക്കേണ്ട കാര്യം, ആദ്യമേ തന്നെ കുറച്ച് നികുതി ഇളവ് ഏതാനും വർഷങ്ങൾക്ക് കാണും ആ ബിസിനസിന്റെ രീതി അനുസരിച്ച്. അത് കഴിഞ്ഞ് നികുതി കൊടുക്കേണ്ട അവസരത്തിൽ വന്നാൽ പോലും ഏത് നികുതി റേഞ്ചിലാണ് വരിക എന്ന ആകുലത വേണ്ട. കൃത്യമായ കാര്യങ്ങൾ, കൃത്യമായ ഏത് റേഞ്ചിൽ എത്ര നികുതി, എങ്ങനെ നികുതി അടയ്ക്കണം, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ കൃത്യമായ അറിവ് ആരംഭത്തിൽ തന്നെ വ്യവസായിക്ക് അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാൻ പോകുന്ന ആൾക്ക് ലഭിക്കുന്നു. അങ്ങനെ പിന്നെ അതുപോലെ യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ, ഇതെല്ലാം കൃത്യമായിട്ട് സമയത്ത് എത്തിക്കുന്നു. ഇതൊക്കെയാണ് ആ വ്യവസായത്തിന് അനുകൂലമായി വേണ്ട നടപടികൾ. ഇനി അത് കൂടാതെ തന്നെ ഈ വ്യവസായവും പൗരസമൂഹവും നേരിടുന്ന ഒന്നിച്ച് എത്തുന്ന ഫേസ് ടു ഫേസ് ആകുന്ന സാഹചര്യം, ആ വ്യവസായത്തിന്റെ ഉൽപ്പന്നം എന്തോ അത് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന പിന്നെ ആ ഫേസ് ടു ഫേസ് ചേരലിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചത് കേരളത്തെ വ്യവസായ സൗഹൃദമാക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ആ ആവിഷ്കരിച്ച പദ്ധതികളൊക്കെ തന്നെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായകമാണ്. അപ്പൊ എനിക്കിവിടെ എടുത്തു പറയാൻ തോന്നുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പുറത്തു വന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ, കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി സാർത്ഥകമാകാൻ പോകുന്നു. അതിന് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഏകദേശം ആവശ്യത്തിനടുത്ത് ഭൂമി വാങ്ങിക്കഴിഞ്ഞു. അതുപോലെ സംസ്ഥാനവും കേന്ദ്രവും ഷെയർ ചെയ്യാൻ പോകുന്ന ഫിനാൻസസ് എത്രയാണെന്ന് തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. പാലക്കാടിനെ ഒരു വ്യവസായ നഗരമാക്കി മാറ്റാൻ
വേണ്ട തീരുമാനങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വ്യവസായ നഗരമായിട്ട് പാലക്കാട് മാറുന്നു. ഒരു വ്യവസായ കോറിഡോർ, അതായത് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ കോറിഡോർ വരുന്നു. ഒരു വ്യവസായ കോറിഡോർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ കോറിഡോറിന്റെ ഇരുവശങ്ങളിൽ പലതരത്തിലുള്ള വ്യവസായങ്ങൾക്ക് വികസിച്ചു വരാൻ ധാരാളം സാധ്യതകൾ ഉണ്ടാകും. അതായത് വ്യവസായത്തെ സംബന്ധിച്ച് വ്യവസായത്തിന്റെ അന്തരീക്ഷം, ലോജിസ്റ്റിക് കോസ്റ്റുകൾ, എല്ലാത്തരം ആ വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാ തരം ചെലവുകൾക്കും ഒരു കോറിഡോർ ഉണ്ടാകുന്നതോടുകൂടി കുറവ് വരും. അതൊക്കെ മിനിമത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ തന്നെ അത് വലിയ എൻകറേജ്മെന്റ് ആകും വ്യവസായികൾക്ക്. അങ്ങനെ ആ ലോജിസ്റ്റിക് കോസ്റ്റുകൾ കുറയുക വഴി, വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുക വഴി വിവിധ വ്യവസായങ്ങൾക്ക് വളർന്നു വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കും ആ വ്യവസായ ഇടനാഴി. അതിപ്പം അധികം താമസിച്ച് 2 വർഷം എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. 2 വർഷം കൊണ്ട് നടപ്പാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വലിയ മാറ്റം ആ വ്യവസായ ഇടനാഴി തന്നെ കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് പാലക്കാട് ഒരു വ്യവസായ നഗരമായിട്ട് മാറുമ്പോഴും സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ അനുരണനങ്ങൾ, അതായത് നമ്മളൊരു കുളത്തിൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അതിൻ്റെ റിപ്പിൾസ് കുളത്തിന് എല്ലായിടത്തേക്കും പോകുന്നത് പോലെയാണ് പാലക്കാട് ഒരു വ്യവസായ നഗരം വന്നാൽ, അതുപോലെ തന്നെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി വന്നാൽ വലിയ പ്രത്യാഘാതങ്ങളാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പൊ ഉദാഹരണത്തിന് കേരളത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി നമ്മൾ നോക്കണം. കുടുംബശ്രീയുടെ ഒരു പഠനം ഞാൻ നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സുഭിക്ഷ എന്ന ഒരു കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസ്, അതെവിടെയാണ്? പേരാമ്പ്ര, കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിലുള്ള സുഭിക്ഷ എന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസ്, അതായത് 7000 കുടുംബശ്രീകൾ ചേർന്നിട്ടുള്ള ഒരു മൈക്രോ എന്റർപ്രൈസ് ആണ്. അവർ തെങ്ങിൽ നിന്ന് തന്നെ 41 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. 41 ഉൽപ്പന്നങ്ങൾ തെങ്ങിൽ നിന്ന് തന്നെ. അവസാനത്തെ ഉൽപ്പന്നമാണ് ചൂല്. അപ്പൊ നമുക്കറിയാം, ചൂലും നമ്മുടെ അനുദിന ജീവിതത്തില്, അതായത് റോബോട്ടിക് ചൂല് വന്നില്ലെങ്കിൽ അത് വരുന്നവരെയും നമ്മുടെ അനുദിന ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്താണ് ഒരു ചൂല എന്ന് പറയുന്നത്. ആർക്കെങ്കിലും പിടി നമുക്ക് വേണ്ടാന്ന് കൊടുക്കണമെന്ന് തോന്നി അവർ അടി വെച്ച് കൊടുക്കാം. അതല്ല, നമ്മുടെ വീട് വൃത്തിയാക്കണം എന്ന് തോന്നിയാൽ വീട് വൃത്തിയാക്കാം. അങ്ങനെ നിരവധി ചെലന്തിവലി അടിക്കാം. അങ്ങനെ നിരവധി പർപ്പസാണ് ചൂലിന് പോലും ഉള്ളത്. അപ്പൊ തെങ്ങിൽ നിന്ന് അവരുണ്ടാക്കുന്ന ആദ്യത്തെ ഉൽപ്പന്നം ഏതാണെന്ന് അറിയണ്ടേ? അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ. എന്താ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ പ്രസക്തി? സർവ പ്രസക്തിയുമാണ്. ഉണ്ടായി ജനിച്ച കുഞ്ഞിന് പിറ്റേ ദിവസം മുതൽ നിങ്ങൾ നാവിൽ ഒരു തുള്ളി വെർജിൻ കോക്കനട്ട് ഓയിൽ തുള്ളി വെച്ച് കൊടുത്തു നോക്കൂ. ശിരസിൽ ഇത്തിരി വെർജിൻ കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുത്തു നോക്കൂ. കുട്ടി അതീവ ബുദ്ധിയോടുകൂടി വളരും, ആരോഗ്യത്തോടു കൂടി വളരും. അത് മാത്രവുമല്ല, പ്രായമായവർക്ക് ആൾഷൈമേഴ്സ് വരാതിരിക്കാൻ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ ഒരു ദിവസം കഴിച്ചാൽ ആൾഷൈമേഴ്സ് വരില്ല. അതുപോലെ കോക്കനട്ട് ഓയിലിൽ തന്നെ പറയുന്ന മറ്റൊരു പ്രസക്തിയാണ് വായിലെ ക്യാൻസർ വരാതെ സംരക്ഷിക്കും. ഇങ്ങനെ തെങ്ങിൽ നിന്ന് എടുക്കുന്ന വെറുതെയാണോ അതിന് കൽപ്പവൃക്ഷം എന്ന പേര് വന്നത്? ആ കൽപ്പവൃക്ഷത്തിൽ നിന്ന് എടുക്കുന്ന ഓരോന്നും, കൽപ്പവൃക്ഷത്തിന്റെ തടി തന്നെ 120 വർഷത്തെ ദീർഘായുസുള്ള, മനുഷ്യനെ പോലെ ദീർഘായുസുള്ള വൃക്ഷമാണ് കൽപ്പവൃക്ഷം, തെങ്ങ്. ആ തെങ്ങിന്റെ സർവ്വതും ഇല തൊട്ട് അടി തൊട്ട് മുടി വരെ സർവ്വതും പ്രയോജനപ്രദമാണ്. അതൊക്കെ പ്രയോജനപ്രദമാക്കുന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന കുടുംബശ്രീ എന്റർപ്രൈസ് ആണ് ഈ പറയപ്പെട്ട സുഭിക്ഷ. അതൊക്കെ പോയി കണ്ട് പരിചയിക്കേണ്ടതാണ്, വ്യവസായ സംരംഭങ്ങളെ പരിരക്ഷിക്കണമെന്ന്. അപ്പം അതുപോലെ വേറൊരു ഉൽപ്പന്നം, ദ ജാക്ക് റവല്യൂഷൻ, ചക്ക വിപ്ലവം. ഇത് കണ്ട് ഇത് നോക്കുക. ഇത് എഴുതിയിരിക്കുന്നത് പ്ലാവ് കൃഷിക്ക് ഒരാമുഖം എന്ന് പറഞ്ഞ് ജോണി ജി വടക്കേലാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പ്ലാവിന്റെ ഒരുപാട് അനന്ത ഗുണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പം ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലകളിൽ പോലും ആഴത്തിൽ വളരുന്ന വേരുകളുള്ള പ്ലാവ്, അത് മാത്രവുമല്ല ഒരുപാട് ജലം അതിൽ തന്നെ സംഭരിച്ചു വയ്ക്കുന്ന പ്ലാവ് ഉരുൾപൊട്ടൽ പോലും തടയും എന്നാണ് പ്ലാവിനെ പറ്റി ശക്തമായി പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. മന്ത്രി രാജീവ് തന്നെ ദ ജാക്ക് റവല്യൂഷൻ ഒക്കെ വായിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇത് പറഞ്ഞ് എന്തിനാ ഈ ജാക്ക് റവല്യൂഷനെ പറ്റിയും കോക്കനട്ട് റവല്യൂഷനെ പറ്റിയും പറഞ്ഞത് എന്തിനാണെന്ന് അറിയണ്ടേ? അതായത് കേരളം എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേണിന്റെ ഈറ്റില്ലമാണ്. എന്ന് വെച്ചാൽ വൈവിധ്യമുള്ള ക്രോപ്പുകൾ. നമുക്ക് കശുമാവുണ്ട്, നമുക്കറിയാം കശുമാവിൻ്റെയും കശുവണ്ടിയുടെയും പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പല വെറൈറ്റീസിലുള്ള മാവുണ്ട്, പല വെറൈറ്റീസിലുള്ള പ്ലാന്റ് വാഴയുണ്ട്. അതുപോലെ മുരിങ്ങ,
സ്വാമിനാഥൻ, MS സ്വാമിനാഥൻ, മലയാളിയായ സ്വാമിനാഥൻ, അദ്ദേഹമാണ് ഇവിടുത്തെ ഈ ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ, ഭക്ഷ്യ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിച്ചവൻ. അദ്ദേഹത്തിന് മാക്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യ ഗവൺമെന്റിന്റെ സമുന്നത അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭാരതരത്നയും ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ ഇലക്ഷന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് കൊടുത്തു. ആ സ്വാമിനാഥന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. ഉദാഹരണത്തിന് ഒരു പുസ്തകം ഞാൻ പറയാം, എക്കോ ടെക്നോളജി ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, എ പ്രോ വുമൺ പ്രോ റൂറൽ അപ്രോച്ച് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ഞാൻ അത് എടുത്തുകൊണ്ട് വന്നില്ല, ഇവിടെ ഇരിപ്പില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചേനെ. ആ പുസ്തകം താഴെ ഇരിക്കുകയാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു എക്കോ ടെക്നോളജി ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതാണ് അതിന്റെ ഹെഡിങ്. അതിൽ അദ്ദേഹം, അത് 1984 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, മുരിങ്ങയും ചെറുധാന്യങ്ങളും ചേർന്നാൽ ജീവിതം അങ്ങേയറ്റം ആരോഗ്യകരമായി വോയിസായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീവിതം പൂർണ്ണമാകുന്നു ഈ മുരിങ്ങയും അതുപോലെ ചെറുധാന്യങ്ങളും ഉണ്ടെങ്കിൽ എന്ന്. അപ്പൊ ആ മിശ്രിതം അദ്ദേഹം ഓർമ്മിക്കുക. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കണ്ട, ഓർമ്മിക്കുക. കഴിഞ്ഞ വർഷം 2023-24 യുണൈറ്റഡ് നേഷൻസ് എങ്ങനെയാ വിളിച്ചേ? ചെറുധാന്യ വിപ്ലവ വർഷം എന്നാണ് വിളിച്ചത്. ഏതൊക്കെയാണ് ഈ ചെറുധാന്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയ ചിലപ്പോൾ എല്ലാം മറന്നു. കൂവരക്, അതായത് ചില നാടുകളിൽ അതിന് മുത്താറി എന്ന് പറയും. വരക് ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്നില്ല, നമ്മൾ എപ്പോഴും പറയാറുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ ചെറുധാന്യങ്ങളൊക്കെ തന്നെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. ഇനി ഒരു സാഹചര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഈ MS സ്വാമിനാഥനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ഈ ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പം ഈ ചെറുധാന്യ വിപ്ലവം എന്നാണ് UN പറഞ്ഞത്. അതായത് എല്ലാ പ്രായക്കാർക്കും ഈ ഒരു തരത്തിലുമുള്ള മാൽന്യൂട്രീഷൻ, പോഷക ദാരിദ്ര്യം ഇല്ലാതെ ജീവിക്കണമെന്നുണ്ടോ, നിങ്ങൾ ചെറുധാന്യങ്ങളും അതോടൊപ്പം മുരിങ്ങക്കായോ മുരിങ്ങ ഇലയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ധാന്യങ്ങൾ, വെറൈറ്റി ഓഫ് ക്രോപ്സ് കേരളത്തിലുണ്ട്. ഇതിനെ എല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ വിശിഷ്ട ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. കോവിഡൊക്കെ വന്നപ്പോൾ നമ്മുടെ സ്പൈസസ്, ഇഞ്ചി, ഉലുവ, ഇത്തരം സ്പൈസസ് ഒക്കെയാണ് യൂറപ്പിനൊക്കെ ഏറ്റവും വലിയ ആശ്വാസകരമായിരുന്നത്. നമ്മുടെ സ്പൈസസിന്റെ കയറ്റുമതി കോവിഡ് കാലത്താണ് ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തിയത്. കാരണം ഇതിൽ ഓരോ സാധനം ഇട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളം തന്നെ കോവിഡിനെ പ്രതിരോധിക്കുമെന്ന് യൂറോപ്യൻസ് കണ്ടെത്തിയ കാലഘട്ടം കൂടിയാണ് അത് എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ വെറൈറ്റി ഓഫ് ക്രോപ്സ് ഉള്ള കേരളത്തിന് വ്യവസായം നടത്തുക, അതായത് വ്യവസായം, മലയാളികളുടെ ഒരു പ്രത്യേക ദുസ്വഭാവം എന്ന് പറയുന്നത് വ്യവസായ വിരുദ്ധരാണ്. അതായത് എവിടെയെങ്കിലും പോയി അടിമപ്പണി ചെയ്യാം, പക്ഷെ സ്വന്തം മേധാശക്തി ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നത്തെ കണ്ടെത്തുക, ആ ഉൽപ്പന്നത്തിന് വിപണി കണ്ടെത്തുക, ആ ഉൽപ്പന്നത്തിന്റെ വൈവിധ്യമാർന്ന ലെവലിലേക്ക്, പല തട്ടുകളിലേക്ക് അതിനെ ഉയർത്തുക, ഈ തരത്തിൽ സ്വന്തം ചിന്താശ്രേണിയെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ, അതായത് ഈ റിസ്ക് എടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല. ബിസിനസ്സിലേക്ക് പോകണമെങ്കിൽ റിസ്ക് എടുക്കണം. അപ്പൊ ആ ബിസിനസ് റിസ്ക് എടുക്കാൻ ഇഷ്ടമില്ലാത്ത സ്വഭാവക്കാരാണ് മലയാളികൾ. നമ്മുടെ കേരളത്തിലെ മലയാളികളിൽ റിസ്ക് എടുക്കാൻ കുറച്ചെങ്കിലും ഇഷ്ടമുള്ളവർ മുസ്ലിംസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് പോലും പാഴ്സികളെ പോലെ ഒന്നും ബിസിനസ് റിസ്ക് എടുക്കാൻ താല്പര്യം. അപ്പൊ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കണം. ഈ ബിസിനസ് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാക്കി മലയാളികളെ മാറ്റിയെടുത്താൽ കേരളത്തെ വലിയ ഒരുപാട് വസ്തുവൊന്നും വേണ്ടാതെ തന്നെ ചെറു വ്യവസായങ്ങൾക്ക്, കുടുംബശ്രീയെ കണ്ടുപഠിക്കണം. ഞാൻ തന്നെ 150-ൽ പര ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീക്കാരെ ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, കുടുംബശ്രീയുടെ മൈക്രോ സംരംഭങ്ങളെ പറ്റി പ്രോജക്റ്റ് ചെയ്തതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ. അപ്പൊ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ കുടുംബശ്രീകളെ ടീച്ചേഴ്സ് ആക്കി എടുത്താൽ മതി, നമ്മുടെ കുട്ടികളെ വ്യവസായികളാക്കാം. നമ്മുടെ ക്യാമ്പസുകളെ, ഇപ്പോൾ ഈ കഴിഞ്ഞ ബജറ്റിലൊക്കെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഓരോ ക്യാമ്പസും ഒരു നോളജ് ഹബ്ബാകണം, ഓരോ ക്യാമ്പസിലും സംരംഭങ്ങൾ തുടങ്ങണം. അതിന് കുടുംബശ്രീകളെ അങ്ങോട്ടൊന്ന് വിളിച്ചാൽ മതി. അവർ ഉത്സാഹിച്ചാല് കുട്ടികൾക്ക് വേണ്ടത്ര ട്രെയിനിങ് കൊടുക്കും. അവര് ഏത് മേഖലയാണ് ഏറ്റവും നല്ലത്, അവിടെ അടുത്ത് കിട്ടുന്ന ഉൽപ്പന്നം ഏതാണ്, അതിനെ എന്താക്കി മാറ്റാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ കുടുംബശ്രീകൾ തന്നെ പറയും. അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം, നോക്കുകൂലി ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ISROയിലേക്ക് യന്ത്രഭാഗങ്ങൾ കൊണ്ടുവന്നതിന് പോലും നോക്കുകൂലി ചോദിച്ച് ഇറക്കാൻ സമ്മതിക്കാതെ അവസാനം കോടതി ഇടപെടുക വരെ ചെയ്ത അവസ്ഥകൾ നമുക്കറിയാം. അതിൽ നിന്നൊക്കെ മാറ്റം വരണം. ഗവൺമെന്റ് ശക്തമായിട്ട്, ഗവൺമെന്റിന് ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ
ഈ അവസ്ഥയൊക്കെ മാറ്റിയെടുത്ത്, അതായത് മൂലധനം ഇല്ലാതെ ഉൽപാദനം നടക്കില്ല. അത് LDF ഗവൺമെന്റും മാർക്സും അത് നിഷേധിച്ചിട്ടില്ല. മാർക്സ് ആവശ്യപ്പെട്ടത് മൂലധന ശക്തികളെ ഒന്ന് അടക്കി നിർത്തുക. അതായത് മൂലധന ശക്തികള് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം മുഴുവനും സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോയി വീണ്ടും വീണ്ടും മൂലധനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു, തൊഴിലാളികളെ അടിച്ചമർത്തുന്നു. അവർക്ക് ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്, അതായത് ജീവൻ നിലനിർത്താൻ മാത്രമുള്ള ഭക്ഷണം തൊഴിലാളികൾക്ക് കൊടുത്ത് ബാക്കി മുഴുവനും മുതലാളി കൈവശപ്പെടുത്തുന്ന ആ രീതിയെയാണ് മാർക്സ് എതിർത്തത്. അതാണ് ക്യാപിറ്റലിസ്റ്റിന് എതിരായിട്ട് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ മൂലധനം വേണ്ടെന്നല്ല, മൂലധനം മനുഷ്യന്റെ ശത്രുവാണെന്നല്ല, മൂലധനം മനുഷ്യന്റെ മിത്രമാണ്. അത് മിത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പക്ഷേ മൂലധനം കയ്യിൽ പിടിച്ചിരിക്കുന്നവര് തൊഴിലാളികളെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. അവരുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് കാൾ മാർക്സ് ആവശ്യപ്പെട്ടത്. അപ്പൊ LDF ഗവൺമെന്റ് ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കി മുന്നേറുന്നു എങ്കിൽ ഈ കേരളത്തില് വ്യവസായ സംരംഭങ്ങൾ പൊങ്ങി വരാൻ ധാരാളം സാഹചര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ തന്നെ അതിനുള്ള കേന്ദ്രങ്ങളാക്കി അതിനുള്ള മാർഗങ്ങളാക്കി മാറ്റാവുന്നതേ ഉള്ളൂ എന്ന കാര്യം ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അറിയിച്ചു കൊടുക്കുക.